السلام عليكم ورحمة الله وبركاته. الحمد لله الذي بنعمته تتم الصالحات وبفضله تتنزل الخيرات والبركات وبتوفيقه تتحقق المقاصد والغايات، والصلاة والسلام على نبينا محمد بعث بالتوحيد هاديا ومبشرا ونذيرا، وعلى آله وصحبه الذين حفظوا لنا هذا الدين وجاهدوا في الله حق جهاده حتى أتاهم اليقين، ومن تبعهم بإحسان إلى يوم الدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقه قولي. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن دعوة لا يستجاب لها. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പരസ്യ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ കൃത്യമായി പഠിച്ച് ജീവിതത്തിൽ പാലിക്കുന്ന റബ്ബിൻ്റെ മുത്തഖീങ്ങളായ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം നല്ല സദസ്സിലേക്ക്, ഇൽമിൻ്റെ സദസ്സിലേക്ക് വരാൻ തൗഫീഖ് കിട്ടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഷെയ്ഖ് മുഖ്ബിൽ വാദിഇ റഹിമഹുല്ലാഹു തആല അദ്ദേഹം ദീൻ പഠിക്കാൻ വേണ്ടി പുറപ്പെടുന്ന മതവിദ്യാർത്ഥികൾക്ക് നൽകിയ സുപ്രധാനമായ ചില ഉപദേശ നിർദ്ദേശങ്ങളെയാണ് നമ്മൾ ഓരോരുത്തരും ചർച്ചയ്ക്ക് വിധേയമാക്കിയതും അതിൻ്റെ വിശദീകരണങ്ങൾ പരിചയപ്പെട്ടു. നമ്മൾ ഷെയ്ഖ് വിശദീകരിച്ചത് കണ്ടതാണ്. ഏറ്റവും ആദ്യമായി ഒരു മതവിദ്യാർത്ഥിക്കും ഒരു വിശ്വാസിക്കും ഉണ്ടാകേണ്ടത് അത് ഇഖ്ലാസാണ്. പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രം. രണ്ടാമത്തത്, ഏതൊരു വിശ്വാസിയും, പ്രത്യേകിച്ച് മതവിദ്യാർത്ഥികൾ, അവർ നല്ല ക്ഷമയുള്ളവരാകണം, സ്വബ്ർ ജീവിതത്തിൽ പാലിക്കുന്നവരാകണം. മൂന്നാമത്തത്, ജീവിതത്തിൽ ഉടനീളം തഖ്വ വെച്ച് പുലർത്തുന്നവരായി മാറണം. പ്രത്യേകിച്ച് മതവിദ്യാർത്ഥികളും എല്ലാ വിശ്വാസികളും താൻ പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കാത്തവർക്ക് പഠിച്ച അറിവും നേടിയ ഇൽമും ഒരുപക്ഷെ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻക്കെതിരിൽ സാക്ഷി പറയും എന്ന് നമ്മൾ ഓരോരുത്തരും പേടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ തഖ്വയുള്ളവരാകണം, സൂക്ഷ്മതയുള്ളവരാകണം. ഏത് വിഷയത്തിൽ ഒരു കാര്യം പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധം, ഒരു വേജാറ് ഒരു വിശ്വാസിക്കും ഒരു മതവിദ്യാർത്ഥിക്കും വേണ്ടതുണ്ട്. നാലാമത്, നമ്മൾ ഷെയ്ഖ് പറഞ്ഞതും ഉപദേശിച്ചതുമായി പരിചയപ്പെട്ടത് അൽ ഇസ്തിംറാർ വൽ മുദാവമ. കുറച്ചു കാലം പഠിച്ചു, പിന്നെ ഒരു ഇടവേള എന്നത് വലിയ ഒരു ബുദ്ധിമുട്ടാണ്. യഥാർത്ഥത്തിൽ പഠിക്കുന്ന മാർഗത്തിൽ നിന്ന് അധിക പേരെയും വഴിതിരിപ്പിച്ചു വിടുന്നത് ഇടവേളകളാണ്, മുടക്കങ്ങളാണ്. അപ്പോൾ പഠിക്കുന്നതിൽ ഒരു തുടർച്ച ഉണ്ടാവുക, അത് വളരെ മർമ്മപ്രധാനമായി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പോൾ മുടങ്ങാതെ നല്ല തുടർച്ചയോടുകൂടി പഠിക്കുക എന്നതാണ് അവസാനമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. പ്രിയപ്പെട്ടവർ, ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അഞ്ചാമത്തെ വളരെ സുപ്രധാനമായ ഒരു വിശ്വാസിയുടെ മുഖമുദ്രയായി മാറേണ്ട ഒരു വിശേഷണത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഖാല ഷെയ്ഖ് മുഖ്ബിൽ വാദിഇ റഹിമഹുല്ലാഹു തആല. മുഖ്ബിൽ വാദിഇ റഹിമഹുല്ലാഹു തആല പറയാണ്, അൻസഹുക്, ഞാൻ താങ്കളെ ഉപദേശിക്കുകയാണ്, ബിത്തവാദുഇ ലില്ലാഹി വതർക്കി തകബ്ബുരി. ബിത്തവാദു, വിനയമുള്ളവരാവുക, നല്ല താഴ്മയുള്ളവരാകണം നമ്മൾ ഓരോരുത്തരും. അത് ആർക്ക് വേണ്ടിയിട്ട്? ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയിട്ട്. വതർക്കി തകബ്ബുർ, തറക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, വെടിയുക എന്നതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. തകബ്ബുർ അതായത് അഹങ്കാരം, കിബർ, അഹംഭാവം, അത് വെടിയുകയും നല്ല വിനയമുള്ളവരാകണം
നമ്മൾ ഓരോരുത്തരും എന്ന് മുഖ്ബിൽ വാദിഇ റഹിമഹുല്ലാഹു തആല വിശദീകരിക്കണം. സൂറത്തുൽ അഅറാഫിലെ 146 ആയത്തിൽ കിബ്ർ എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്തിന് കാരണമാക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ്. ന്യായം കൂടാതെ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിനെതിരായി കിബ്ർ അടിച്ച് നടക്കുന്നവരെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവനെ അകറ്റി നിർത്തും, അവനെ മാറ്റിക്കളയും, അവൻ അതിൽ നിന്ന് തിരിച്ചുവിടും എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല വിശദീകരിക്കുകയാണ്. അങ്ങനെ ഹൃദയത്തിൽ കിബറുള്ളവൻ, അഹങ്കാരമുള്ളവൻ, മറ്റ് ഹക്കിനെയും ഹക്കിന്റെ ആൾക്കാരെയും അതിന്റെ വാഹകരെയും പുച്ഛിച്ച് കണ്ട് ജീവിക്കുന്നവർ അവർ എല്ലാ വക ദൃഷ്ടാന്തങ്ങളും ജീവിതത്തിൽ കണ്ടാൽ പോലും അവർ വിശ്വസിക്കുകയില്ല. എത്ര വലിയ അത്ഭുതങ്ങൾ അവർ ജീവിതത്തിൽ കണ്ടാലും, എത്ര വലിയ മുഅ്ജിസത്തുകൾ, യായത്തുകൾ, അടയാളങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുത്താലും കിബ്റുള്ളവൻ വിശ്വസിക്കില്ല. യഥാർത്ഥ നേർമാർഗം അവന്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നാൽ പോലും ആ മാർഗം അവൻ സ്വീകരിക്കില്ല. എന്നാൽ ദുർമാർഗം കണ്ടാലോ അതിനോട് വല്ലാത്ത ഹുബ്ബാണ്, കൂറാണ്, അവൻ അത് സ്വീകരിക്കുകയും ചെയ്യും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇതിനുള്ള കാരണം എന്താ? ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين. കാരണം എന്താണ്? റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ സുവ്യക്തമായ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന ഖുർആനിക വചനങ്ങളെ കിബ്റോടുകൂടി, അഹങ്കാരത്തോടുകൂടി അവർ തള്ളിക്കളഞ്ഞു, അതിനെ കളവാക്കി. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ അകറ്റി നിർത്തി എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത്ര മേൽ തൻ്റെ ഹൃദയം കട്ടിയുള്ളതാകാൻ, സത്യം സ്വീകരിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവർ അകറ്റപ്പെടാനുള്ള കാരണം വിനയം ഇല്ലാത്തതാണ് എന്നതാണ് ഈ ഒരു ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുജാഹിദ് റഹിമഹുല്ലാഹു തആല വിശദീകരിക്കുകയാണ്, ലാ യനാലുൽ ഇൽമ മുസ്തഹിൻ വലാ മുതകബ്ബിർ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഉപദേശമാണ്. മുജാഹിദ് റഹിമഹുല്ലാഹു തആല എന്ന് പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഗൽഭനായ ഒരു ശിഷ്യനാണ്. അപ്പൊ അദ്ദേഹം പറയാണ് എന്ത്? ലാ യനാലുൽ ഇൽമ് നേടാൻ സാധിക്കില്ല രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക്. ആരാണ് രണ്ട് വിഭാഗം? മുസ്തഹിൻ വലാ മുതകബ്ബിർ. മുസ്തഹിൻ എന്ന് പറഞ്ഞാല് നാണമുള്ളവൻ, ലജ്ജയുള്ളവൻ. ഏത് രൂപത്തിലുള്ള ലജ്ജ? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഹയാ എന്നത് ഹയാ ഉൻ മംദൂഹുമുണ്ട്, ഹയാ ഉൻ മസ്മൂമുണ്ട്. ഹയാ ഉൻ മംദൂഹ്, പ്രശംസിക്കപ്പെടുന്ന ലജ്ജ എന്ന് പറയുന്നത് എന്താണ്? ഹറാമുകളെ തൊട്ടുള്ള, ഒരു വിശ്വാസിക്ക് കൊള്ളാത്ത പ്രവൃത്തികളോ രീതികളോ ആ വക കാര്യങ്ങളെ തൊട്ട് ഒരാൾക്ക് ഉണ്ടാകുന്ന ലജ്ജ, ഇത് അള്ളാഹു പ്രശംസിച്ച ലജ്ജയാണ്. എന്നാൽ മദ്മൂമായ, പ്രശംസിക്കപ്പെടാത്ത, കുറ്റത്തിന് കാരണമാകുന്ന ലജ്ജ എന്താ? ഒരു ഖൈറിലേക്ക് എത്തുന്നതിനെ തൊട്ട് അവന്റെ ലജ്ജ തടയുന്നുണ്ടെങ്കിൽ അതാണ് മസ്മൂമായ ലജ്ജ. അറിവിന്റെ സദസ്സിലേക്ക് പോയ എന്നെ കണ്ടാൽ എന്താവരും എന്നെ കുറിച്ച് പറഞ്ഞു പോകും, അല്ലെങ്കിൽ ഒരു അറിവ് ചോദിക്കണം, എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചോദിക്കാൻ മടി, നാണം. ഈ രൂപത്തിലുള്ള നാണം അത് മസ്മൂമായ നാണമാണ്. അപ്പൊ നമ്മുടെ ലജ്ജ ഒരിക്കലും അറിവ് തേടുന്നതിനെ തൊട്ട് നമ്മളെ തടയാൻ പാടുകയില്ല എന്ന് മുജാഹിദ് റഹിമഹുല്ലാഹു തആല ഈ ഒരു ഉപദേശത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. വലാ മുതകബ്ബിർ, അഹങ്കാരികൾക്കും ഒരിക്കലും അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ഉള്ള തൗഫീഖ് ലഭിക്കുകയില്ല. അഹങ്കാരമുള്ളവർ, ഞാനൊക്കെ അറിഞ്ഞ് തികഞ്ഞവരാണ് എന്ന് ചിന്തിക്കുന്ന, ബാക്കിയുള്ളവരെയൊക്കെ കൊച്ചാക്കി കാണുന്നവർക്ക് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനുള്ള തൗഫീഖ് ലഭിക്കുകയില്ല എന്ന് മുജാഹിദ് റഹിമഹുല്ലാഹു തആല വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മംദൂഹായ, പ്രശംസിക്കപ്പെടുന്ന ഹയാഇനും നമ്മളെ നന്മയിൽ നിന്ന് തടയുന്ന കിബ്റിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പഠിച്ചാലും, എത്ര നമ്മൾ അറിവിൽ ഉയർന്നാലും അള്ളാഹുവിന്റെ അറിവിന്റെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരം നല്ല അവസരങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഒരാൾക്ക് തൗഫീഖ് തന്നത് തന്നെ അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും കാണേണ്ടത്. അറിവിൽ വളരും തോറും കിബിറല്ല വർദ്ധിക്കേണ്ടത്, മറിച്ച് വിനയമാണ് വർദ്ധിക്കേണ്ടത്. അറിവ് കൂടുതൽ കിട്ടും തോറും ഒരാൾക്ക് അവന്റെ ജഹലിന്റെ ആഴം തിരിച്ചറിയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യാന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളൊക്കെ പഠിപ്പിച്ച ഉസ്താദ്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവരും തൗഫീഖും റഹ്മത്തും ഇസ്തിഖാമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും തരുന്ന ഒരു ഉപദേശമാണ് പ്രിയപ്പെട്ടവരെ, തീരെ പഠിക്കാത്തവന് നല്ല അറിവുണ്ടെന്ന് തോന്നും, കുറച്ച് പഠിച്ചവന് കുറച്ചൊക്കെ പഠിക്കാനുണ്ടെന്ന് ബോധ്യപ്പെടും, നല്ലോണം പഠിച്ചവന് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നതാണ് ഞങ്ങളെ ഉസ്താദ്മാർ നിരന്തരം നമ്മളോട് പറയാറ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഈ ഉപദേശങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അറിവ് എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഇബ്നു ഉയൈന റഹിമഹുല്ലാഹു തആല വിശദീകരിക്കുകയാണ്, അൽ അഹ്വജുൻ നാസി ഇലൽ ഇൽമി അൽ ഉലമാ. അറിവ് ആവശ്യമുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അത് ഉലമാക്കളാണെന്നാണ്. നമ്മൾ സാധാരണ അറിവുള്ളവർ എന്ന് വിശേഷിപ്പിക്കുന്ന പണ്ഡിതന്മാരാണ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആവശ്യമുള്ളവരെന്നാണ് ഇബ്നു ഉയൈന റഹിമഹുല്ലാഹു തആല പറയുന്നത്. ഇബ്നു അബി ഗസ്സാൻ റഹിമഹുല്ലാഹു തആല വിശദീകരിക്കുകയാണ്, ലാ തസാലു ആലിമൻ, താങ്കൾ ഒരു അറിവുള്ള പണ്ഡിതനായി തുടരും. ഏതുവരെ? മാ കുന്ത മുതഅല്ലിമൻ, താങ്കൾ പഠിക്കുന്ന കാലയെടുത്തോളം താങ്കൾക്കൊരു പണ്ഡിതന്റെ പദവിയിൽ ഇരിക്കാൻ സാധിക്കും. ഫഇദ ഇസ്തഗ്നൈത്, ഇനി എനിക്ക് അറിവിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ എല്ലാം പഠിച്ച് നല്ല അറിവുള്ള ഫഖീഹാണ്, മുഹദ്ദിസാണ്, നല്ല മുഅർരിഖാണ്, ഹദീസും ചരിത്രമൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ഒരാളാണ് എന്ന് തോന്നി പഠിക്കുന്ന സദസ്സുകളിൽ നിന്ന് മാറി നിൽക്കുന്നത് എപ്പോഴാണോ? കുന്ത ജാഹിലൻ, അങ്ങനെ മാറി നിൽക്കുന്ന ആ നിമിഷം നീ ജാഹിലായി മാറി എന്നാണ് ഇബ്നു അബി ഗസ്സാൻ റഹിമഹുല്ലാഹു തആല പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇത് പ്രഗൽഭരായ പണ്ഡിതന്മാരുടെ വാക്കുകളാണ്. വസുഇല അബു അംർ ഇബ്നു അല റഹിമഹുല്ലാഹു തആല, ഒരു പണ്ഡിതൻ ചോദിക്കപ്പെട്ടു, ഹത്താ മതാ യഹ്സുനു ബിൽ മർഇ യതഅല്ലം, എത്ര കാലം വെച്ചിട്ടാ ഒരു പണ്ഡിതൻ പഠിക്കാൻ, ഒരു വ്യക്തി എത്ര കാലം വെച്ചിട്ടാണ് പഠിക്കേണ്ടത്? അദ്ദേഹം പറയണത്, മാദാമ യഹ്സുനു ബിഹിൽ ഹയാത്ത്, അവന്റെ ശരീരത്തിൽ ജീവൻ നിൽക്കുന്ന കാലയെടുത്തോളം അവൻ പഠിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് മരിക്കോളം പഠനം എന്നത് നമ്മളിൽ നിന്ന് നിൽക്കാത്തൊരു കാര്യമാണ്. അതാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല മരിക്കുന്ന ആ ഒരു കിടക്കയിൽ കിടക്കുന്ന സമയത്ത് പോലും ഹദീസുകൾ എഴുതി വെക്കുന്നത് കണ്ട് തന്റെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിച്ചത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരപ്പം നമ്മുടെ ഒരു അവസ്ഥ, ഫുളൈൽ ഇബ്നു ഇയാൽ റഹിമഹുല്ലാഹു തആല വിശദീകരിക്കണം. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളൊക്കെ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്, നമ്മളിൽ നിന്ന് ഗോപ്യമായ, നമ്മളിൽ നിന്ന് അജ്ഞമായ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട് എന്നൊരു ബോധ്യം ഒരു വ്യക്തിക്ക് വരുമ്പോഴാണ് എന്തുണ്ടാവുക? വിനയം ഉണ്ടാവുള്ളൂ, താഴ്മ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹു തആല വിശദീകരിച്ചത്, ഇന്നല്ലാഹ അസ്സ വജൽ യുഹിബ്ബുൽ ആലിമൽ മുതവാദി, റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വിനയമുള്ള ഒരു പണ്ഡിതനെ വളരെ ഇഷ്ടമാണ്. വയുബ്ഗിദുൽ ആലിമൽ ജബ്ബാർ, റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് കിബ്റുള്ള, മുതകബ്ബിറായ, അഹങ്കാരിയായിട്ടുള്ള പണ്ഡിതന്മാരെ റബ്ബിന് വെറുപ്പാണ്, അവരോട് ദേഷ്യമാണ്. വമൻ തവാദഅ ലില്ലാഹി വറസഹുല്ലാഹുൽ ഹിക്മ, അല്ലാഹുവിന് വേണ്ടി ഒരാൾ താഴ്ന്നു കൊടുത്താൽ, അല്ലാഹുവിന് വേണ്ടി ഒരാൾ വിനയപ്പെട്ടാൽ, വറസഹുല്ലാഹുൽ ഹിക്മ, അത്തരക്കാർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല ദീർഘവീക്ഷണം, നല്ല ഉൾക്കാഴ്ച, നല്ല ജ്ഞാനം റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് അനുഗ്രഹിച്ചു കൊടുക്കും എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹു തആല വിശദീകരിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അറിവുള്ളവരുടെ കൂട്ടത്തിൽ ഈ രണ്ട് വിഭാഗം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നല്ലൊരു പണ്ഡിതനാണ്, വലിയ സദസ്സുകൾ ഉള്ളിടത്ത് മാത്രമേ ഞാൻ ദീൻ പറയുള്ളൂ എന്ന് പറഞ്ഞ് തൻ്റെ അറിവിനെ അനുസരിച്ച് ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ താഴെ ആകണം, തന്നെ സേവിച്ച് ജീവിക്കണം എന്ന് ഡിമാൻഡ് വെക്കുന്ന കിബറിന്റെ ആൾക്കാരെ കാണാൻ പറ്റും. ഒരിക്കലും ആ വിഭാഗത്തിൽ പെടാൻ നമ്മൾ പാടുള്ളതല്ല. എന്നാൽ അതേ സ്ഥാനത്ത് വളരെ വിനയപ്പെട്ട, തൻ്റെ അറിവ്, തന്നിലുള്ള താഴ്മ വർദ്ധിപ്പിക്കാൻ കാരണമായ വിനയത്തിന്റെ ഉടമകളായ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും.
അവരെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമെന്ന് ഫുദൈൽ ഇബ്നു അയ്യാദ് റഹിമഹുല്ലാഹു തആല വിശദീകരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കിബർ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അഹങ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആൾക്കാരെ മുന്നിൽ താനൊരു വലിയ സ്ഥാനത്തിലാണ് എന്ന് തനിക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ്. ആൾക്കാർ തന്നെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ സുബ്ഹാനല്ലാഹ്, അവർക്കൊക്കെ ലഭിക്കുന്നത് നേരെ തിരിച്ചാകും. അഹങ്കരിച്ചവനെ ആൾക്കാർ തള്ളിക്കളയും, അഹങ്കരിച്ചവനെ ആൾക്കാർ പുച്ഛിക്കും, അഹങ്കരിച്ചവന്റെ എന്താ പറയുക തലക്ക് അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ ആൾക്കാർ കുറ്റം പറയും. മറിച്ച് ഒരാൾ അള്ളാഹുവിന് വേണ്ടി താഴ്മയോടുകൂടി ജീവിച്ചാലോ, വിനയത്തോടുകൂടി ജീവിച്ചാലോ, റഫഅഹുല്ലാഹ്, അള്ളാഹു അത്തരക്കാരെ ഉയർത്തുമെന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഒരു സത്യം. അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാഹു തആല ഈ ഒരു വിനയം എത്രമാത്രം ഒരാൾക്ക് ആവശ്യമുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി പറയണത്, യംബഗി ലിൽ ആലിമി അയ്യളഅ തുറാബ അലാ റഅസിഹി, ഒരു പണ്ഡിതൻ വിനയത്തിന്റെ അങ്ങേയറ്റത്ത് ഏതുവരെ എത്തണം? തന്റെ വിനയം വളരാൻ വേണ്ടി ഭൂമിയിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് തലയിൽ വെക്കണം എന്ന് അദ്ദേഹം വിശദീകരിക്കണം. അദ്ദേഹം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയണം, അത്രയ്ക്കും താഴ്ന്നു കൊടുക്കണം റബ്ബിന് വേണ്ടിയിട്ട് എന്ന് അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാഹു തആല വിശദീകരിക്കണ കാണാൻ പറ്റും. അത്രയും വിനയത്തിന്റെ ഉടമയാകണം, നമ്മുടെ ഒരു മുഖമുദ്രയാകണം, നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു മുഖമുദ്രയായി മാറണം. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായമേറിയ ഒരു സ്ത്രീക്ക് ഭാരമുള്ള ഭാണ്ഡക്കെട്ടുകൾ എടുക്കാൻ വേണ്ടി സഹായിച്ച സന്ദർഭത്തിൽ ആ സ്ത്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണെന്ന് അറിയാതെ പറയാണ്, ഇവിടെ ഒരു മജ്നൂനായ ഒരു വ്യക്തി ഒരുപാട് ആൾക്കാർക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകൾ നീ കേൾക്കാൻ പോകരുത് എന്ന് ഉപദേശിക്കുന്ന ചരിത്രം നമ്മൾ കേട്ടതാണല്ലോ. അങ്ങനെ ആരാണെന്ന് പറഞ്ഞപ്പോൾ ആ റസൂലിനെ കുറിച്ചാണ് ആ സ്ത്രീ പറയുന്നത്. ഒരു പ്രായമേറിയ ഒരു സ്ത്രീനെ സഹായിക്കാൻ മടി കാണിക്കാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ച ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. എന്ത്? വളരെ വിനയം, വളരെ ലാളിത്യത്തോടു കൂടി ജീവിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുള്ള സൗകര്യങ്ങൾ കണ്ടിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾക്കിടയിൽ ഇരിക്കുമ്പോൾ റസൂലിനെയും മറ്റ് സ്വഹാബാക്കളെയും പ്രത്യക്ഷത്തിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അവര് ധരിക്കുന്ന അതേ വസ്ത്രം, അവരെ പോലെയുള്ള വളരെ സാധാരണക്കാരന്റെ പോലെ ജീവിച്ച ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക മുശ്രിക്കീങ്ങൾ ഇതൊരു മോശമായ കാര്യമായിട്ട് പറയുകയും ചെയ്തു. എന്ത്? ഞങ്ങളെപ്പോലെ സൂക്കുകളിൽ നടക്കുന്ന, ഞങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന ഒരാളെയാണോ അള്ളാഹു റസൂലായി തെരഞ്ഞെടുത്തത്? കാരണം അവർ പ്രതീക്ഷിക്കുന്നത് മലക്കുകളെയും ഞങ്ങളെക്കാൾ ഉയർന്ന സൃഷ്ടികളെ ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. അഹങ്കാരത്തിന്റെ വാക്കാണ്. മുശ്രിക്കീങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പൊ വിനയത്തിന്റെ ഒരു മുഖമുദ്രയായിരുന്നു, ഒരു മാതൃകയായിരുന്നു യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള ചെറിയ അടിമ സ്ത്രീകൾ, കുട്ടികൾ, ജവാരികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകൾ പിടിച്ച് മദീനയിലുള്ള അവരെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുമെന്ന് റസൂലിനെ കുറിച്ച് പറയുമെങ്കിൽ എത്രമാത്രം താഴ്മയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലുള്ള അനസ് ബിൻ മാലിക്കിന്റെ അനിയനായ ഒരു ചെറിയ കുട്ടി, യാ അബാ നുഗൈർ മാ ഫഅല നുഐം എന്ന് പറയുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഒരു ചെറിയ കുട്ടിയുടെ ഒരു കുരുവി മരണപ്പെട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് ചോദിക്കണ്, മോനെ ആ കുരുവിക്ക് എന്ത് പറ്റി? വളരെ കൊഞ്ചിച്ച് കുട്ടിയെ കളിപ്പിച്ച് ചോദിക്കണേ. അത്രമേൽ ഒരു രാഷ്ട്രത്തിന്റെ നേതാവായ, ഈ ഉമ്മത്തിന്റെ നേതാവായ അന്ത്യപ്രവാചകനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയത്തിന്റെ മാതൃകയാണ് നമുക്ക് ബാക്കി വെച്ചത്. അപ്പൊ പിന്നെ നമ്മുടെ അവസ്ഥയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു 100-200 ഹദീസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ അല്ലാമയായിട്ട് വലിയ സീറ്റിൽ എല്ലാവരും ഒന്ന് ഉമ്മ വെച്ച് ഇങ്ങനെ താബൂറുകൾ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മുടെ നാട്ടിലും പലയിടങ്ങളിലും നമ്മൾ കാണുന്നത്. വല്ലാഹു മുസ്തആൻ. യഥാർത്ഥത്തിൽ അറിവ് ഒരാളിൽ വിനയം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം. വിനയത്തിന്റെ നേരെ വിപരീതമാണ് എന്ത്? കിബർ. കിബർ അത് വലിയൊരു അപകടമാണ്. ഒരുപാട് നന്മയെ തൊട്ട് ഒരാളെ തടയുന്നതാണ് യഥാർത്ഥത്തിൽ കിബർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ കിബർ. അഹങ്കാരത്തിന്റെ ഒരു അണുമണി ഒരാളെ ഹൃദയത്തിലുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തി സ്വർഗത്തിന്റെ സുഗന്ധം അവന് മണക്കാൻ സാധിക്കില്ല, സ്വർഗത്തിൽ അവൻ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അത്രയും അപകടം പിടിച്ചൊരു കാര്യമാണ്. ഇബ്ലീസിനെ ഇബ്ലീസ് ആക്കിയത് എന്താണ് കാരണം? അഹങ്കാരം.
ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. എന്നെ സൃഷ്ടിച്ചത് അത് തീയിൽ നിന്നാണ്, അദ്ദേഹത്തെ സൃഷ്ടിച്ചത് അത് മണ്ണിൽ നിന്നാണ്. തീ മണ്ണിനേക്കാൾ ഉത്തമമാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ സുജൂദ് ചെയ്യില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അഹങ്കാരത്തിന്റെ വാക്ക് പറഞ്ഞതാണ് ഇബ്ലീസ്. ആ ഇബ്ലീസാണ് അന്ത്യനാൾ വരെ തിന്മയുടെ നേതാവായി മാറിയത്. അപ്പൊ കിബ്ർ എന്നുള്ളത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. പണ്ഡിതന്മാര് വിശദീകരിക്കുന്നുണ്ട്, അത്തവാദുഅ ലില്ലാഹ്, അള്ളാഹുവിന് മുന്നിൽ വിനയപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളാണ് എന്ന് പറയുന്നത് കാണാൻ പറ്റും. ഖബൂലുൽ ഹഖ് വൽ ഖുദൂഉ ലി അംരില്ലാഹി അസ്സ വജൽ. അതായത് അള്ളാഹുവിൽ നിന്നൊരു സത്യം, റബ്ബിൽ നിന്നുള്ള ഒരു വിവരം, ഒരു നിർദ്ദേശം, ഒരു അമ്ര, ഒരു നഹി, അത് നമ്മളിലേക്ക് എത്തിപ്പെട്ടാൽ അത് കണ്ണും പൂട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് വിനയത്തിന്റെ ഒന്നാമത്തെ അടയാളം. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി മുഖേന നമ്മൾ ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്, അതിനാണ് വിനയം. വിനയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. രണ്ടാമത്തത് ഖഫ്ദുൽ ജനാഹി ലിൽ മുസ്ലിമീൻ വഅദ്മു ഇഹ്തിഖാരിഹിം. രണ്ടാമത്തെ അടയാളം എന്താണ്? നമുക്ക് ചുറ്റുമുള്ള മുസ്ലിങ്ങൾക്ക് റഹ്മത്തിന്റെ നമ്മുടെ ചിറകുകളെ ഇറക്കി കൊടുക്കുക എന്നുള്ളതാണ്. വഅദ്മു ഇഹ്തിഖാരിഹിം, ഒരാളെയും നമ്മൾ താഴ്ത്തി കളയാൻ പാടില്ല. ഒരാളെയും പുച്ഛിക്കൽ നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അല്ലാഹു അലം, നമുക്കറിയില്ല, വലിയ ദീനിന്റെ എല്ലാ വക അടയാളങ്ങളും കണ്ട ഒരു വ്യക്തിയേക്കാൾ ഒരു പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അടയാളങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണാത്ത, എന്നാൽ നല്ല ഇഖ്ലാസോടു കൂടി ജീവിച്ച, മറ്റു ചില കാരണങ്ങളാൽ ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ അള്ളാഹുവിന് പ്രിയപ്പെട്ട ആൾ ചിലപ്പോൾ രണ്ടാമത്തെ ആളായി മാറും. നമുക്കറിയില്ല ഏതാണ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കാൻ, നമുക്കറിയില്ല ഏത് കർമ്മമാണ് നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പണ്ഡിതന്റെ അടുക്കൽ പോയപ്പോൾ അദ്ദേഹം പറയാണ്, ചിലപ്പോൾ അള്ളാഹുവിന്റെ കോടതിയിൽ പോയാൽ 18ഉം 20ഉം കൊല്ലം നമ്മൾ ചെയ്ത ദഅവത്തും നമ്മൾ പഠിച്ച അറിവും നമ്മൾ ചെയ്ത നിസ്കാരവും ഖിയാമുൽ ലൈലൊക്കെ ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ അത് ഒരു കീസിലെടുത്ത് നേരെ കച്ചറോട്ടയിൽ കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കാണപ്പെടും. അതിന് കാരണങ്ങളുണ്ടാവും, ഇഖ്ലാസിന്റെ കുറവും മറ്റ് ലോകമാന്യതയും മറ്റ് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു പക്ഷേ നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഒരു ചെറിയ വാക്കാകും, ഒരു ചെറിയ സഹായമാകും, ഒരു ചെറിയ പ്രവൃത്തിയാകും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, ഒരു ചെറിയ നന്മയും നമ്മൾ കൊച്ചാക്കി കളയാൻ പാടില്ല. ഒരു ചെറിയ നന്മ പോലും നമ്മൾ നിസ്സാരമാക്കി കളയാൻ പാടുകയില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഇപ്പൊ 2 അടയാളങ്ങൾ ഞാൻ പറഞ്ഞത്, ഒന്ന് ഹക്ക് സ്വീകരിക്കുക എന്നുള്ളതും, 2 ഒരാളെയും പുച്ഛിച്ച് തള്ളുന്ന, നിസ്സാരമായി കാണുന്ന ഒരു നവറ, ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു വിശ്വാസം നമ്മുടെ ഖൽബിൽ ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തത് ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, മേലത്തെ 2 കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ് തഅമല ദാലിക ലിവജ്ഹില്ല. ഈ 2 കാര്യങ്ങളും നമ്മൾ അള്ളാന്റെ വജ്ഹിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. ചിലയിടത്ത് എന്താണ് പ്രശ്നം, നല്ല വിനയത്തിന്റെ അടയാളങ്ങൾ നമ്മൾ കാണിച്ചു കൊടുത്താൽ ആൾക്കാർക്കിടയിൽ നല്ല പേരുണ്ടും. ഇപ്പൊ ചിലരെ കാണാം വലിയ സ്ഥാനത്ത് ഇരിക്കുന്നവരാണ്, പക്ഷെ സാധാരണക്കാരെ ഇടയിൽ നടക്കും, എന്നിട്ട് പിന്നെ അത് വീഡിയോ ആക്കി, കണ്ടോ വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാള് എത്ര സാധാരണക്കാരെ കൂടെയാണ് ഇരിക്കുന്നത്. നമ്മൾ ആരുടെയും നീയത്ത്, അവരുടെ കൽബ് തുറന്ന് നമ്മൾ വിലയിരുത്തുക, ഒരു വ്യക്തിയെ കുറിച്ച് വിലയിരുത്തണം. ഞാൻ പറയാണ് പൊതുവായിട്ട്. പക്ഷെ അങ്ങനെയുള്ള വിനയത്തിന്റെ കാഴ്ചകൾ പലപ്പോഴും പ്രശസ്തിക്ക് കാരണമാണ്. അപ്പൊ വിനയപ്പെടേണ്ടത് അത് അള്ളാഹുവിന് വേണ്ടിയാകണം എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് 3 വിനയത്തിന്റെ അടയാളങ്ങളായി പണ്ഡിതന്മാര് വിശദീകരിച്ചത് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു 5ാമത്തെ ഉപദേശത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നല്ല വിനയമുള്ളവരാവുക, അഹങ്കാരം, അഹംഭാവം എന്ന ഈ ഒരു ദുർഗുണത്തെ നമ്മൾ പൂർണ്ണമായും വെടിയണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിനയത്തിന്റെ ഉടമകളായി നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ഷെയ്ഖ് റഹിമഹുല്ലാഹു തആല 6ാമത്തെ ഒരു അദബായി, ഒരു മര്യാദയായി വിശദീകരിക്കുന്നത് ശുക്റുൽ ഉലമാഇ അല്ലദീന ഇസ്തഫദ്ത മിൻഹും വദ്ദുആഉ ലഹും വത്തറഹ്ഹുമു അലൈഹിം. അതായത് നമുക്ക് അറിവ് പകർന്നു തന്ന, നമ്മളെ പഠിപ്പിച്ചു തന്ന, ഈ സ്വർഗത്തിലേക്കുള്ള വഴി അത് നിർദ്ദേശിച്ചു തന്ന പണ്ഡിതന്മാരെ കുറിച്ച്, നമ്മുടെ ഉസ്താദുമാരെ കുറിച്ച് അവർക്ക് നന്ദി നമ്മൾ പ്രകടിപ്പിക്കുക, നന്ദി കാണിക്കുക എന്നുള്ളത്. വദ്ദുആഉ ലഹും, അവർക്ക് വേണ്ടി നിരന്തരം നമ്മൾ അവരുടെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുക. വത്തറഹ്ഹുമു അലൈഹ,
അവർക്ക് റഹ്മത്തിനു വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ എന്ത് കാണാൻ പറ്റും? ലാ യഷ്കുരില്ലാഹ മൻ ലാ യഷ്കുറുന്നാസ്. അതായത് ജനങ്ങളോട് നന്ദി കാണിക്കാത്തവന് ഒരിക്കലും അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ പറ്റില്ല. അത് നമ്മൾക്ക് നന്മ ചെയ്തു തരുന്നവർ പൊതുവായിട്ട്, അത് ഭൗതിക വിഷയങ്ങളായാലും ശരി, അല്ലെങ്കിൽ ആഖിറത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായാലും ശരി, നമുക്ക് ഉപകാരം ചെയ്ത ആൾക്കാരോട് തിരിച്ച് നന്ദി കാണിക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ആത്മാർത്ഥമായി അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് റബ്ബിനോട് നന്ദി കാണിക്കാൻ സാധിക്കില്ല. അതാണ് ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ വിശദീകരിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മളോട് ഒരു നന്മ ചെയ്ത ഒരാളോട് നമ്മൾ കാണിക്കേണ്ട ബാധ്യത എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കണം കാണാൻ പറ്റും. മൻ സനഅ ഇലൈക്കും മഅറൂഫൻ, നിങ്ങളോട് ഒരാൾ ഒരു മഅറൂഫ് ചെയ്താൽ, ഒരു നന്മ ചെയ്താൽ, ഫകാഫിഉ, പകരം ഒരു പരോപകാരം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. തിരിച്ചൊരു സഹായം, തിരിച്ചൊരു നന്മ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതൊരു അടിസ്ഥാന മര്യാദയിൽപ്പെട്ടതാണ്. ഫഇൻ ലം തജിദു, നമുക്ക് തിരിച്ചു ചെയ്യാൻ, ഉപകാരം ചെയ്യാൻ ഒരു അവസരമോ അതിനുള്ള സാമഗ്രികളോ നമ്മുടെ കയ്യിലില്ല, നമ്മുടെ പക്കലില്ല എങ്കിലോ ഏറ്റവും ചുരുങ്ങിയത് തുകാഫിഊഹു ഫദ്ഉ ലഹ്, നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടി നമുക്ക് തൃപ്തിയാകുന്നത് വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഹത്താ തറൗ അന്നകും ഖദ് കാഫതുമു, നമ്മുടെ മനസ്സിൽ ഒരു സമാധാനം വരുന്നത് വരെ, ഞാൻ അദ്ദേഹം ചെയ്ത ഉപകാരത്തിന് പരോപകാരമായി ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന തൃപ്തി വരുന്നത് വരെ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് വഴി പറഞ്ഞിരുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം വന്നപ്പോൾ സാമ്പത്തികപരമായി നമ്മളെ സഹായിച്ച വ്യക്തി ഉണ്ടാവും. നമുക്ക് ജോലിയില്ലാതെ ഒരു നിശ്ചിത കാലം നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആരും അറിയാതെ നമ്മളെ സാമ്പത്തികമായി സഹായിച്ച വ്യക്തികൾ ഉണ്ടാകും. ഒരു പക്ഷെ നമുക്ക് അങ്ങോട്ട് തിരിച്ചൊരു സഹായം ചെയ്യാൻ ഒരു അവസരമോ അതിനുള്ള കഴിവോ നമുക്കില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ മനസ്സിലൊരു തൃപ്തി വരുന്നത് വരെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിനൊരു ആ പരോപകാരം അല്ലെങ്കിൽ ആ ഒരു നന്മ നമുക്ക് കിട്ടുന്ന ആ സന്ദർഭത്തിൽ പറയാൻ പറ്റിയൊരു വാക്കാണ് എന്ത് സുസ്സലാസ്ലം പഠിപ്പിച്ചത്? ജസാക്കുമുല്ലാഹു ഖൈറ. ഏറ്റവും ചുരുങ്ങിയത് ഇതാണ്. പിന്നെ നമ്മൾ അതിന് പുറമെ ധാരാളമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു മര്യാദ, ഒരു കടമ എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. നമ്മൾക്ക് ഗുണം ചെയ്തവർക്ക് വേണ്ടി പ്രത്യേകം നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു അടിസ്ഥാന മര്യാദയാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി കാണിക്കേണ്ടത് ആരോടാ? അള്ളാഹുവോട്. നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന നിഅമത്തുകളുടെ വലുപ്പം അത് എണ്ണിയാൽ തീരാത്തതാണ്. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തഹ്സൂഹ, നമുക്ക് തന്ന നിഅമത്തുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ നമുക്കത് സാധിക്കുകയില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് അത് അള്ളാഹുവിനോടാണ്. അതെങ്ങനെ? റബ്ബിന്റെ കൽപ്പനകൾ സ്വീകരിച്ച്, റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ്, അത് റബ്ബിൽ നിന്നാണെന്ന് എടുത്തു പറഞ്ഞ്, എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. രണ്ടാമത് നമ്മളോട് ഏറ്റവും കൂടുതൽ നന്മ ചെയ്തത് നമ്മുടെ മാതാപിതാക്കളാണ്. അവരോട് നന്ദിയുള്ളവരാവുക, അവരെ ഖിദ്മത്ത് ചെയ്യുക, അവരെ സന്തോഷിപ്പിക്കുക, അവരെ നന്മയിലേക്ക് അടുപ്പിക്കുക എന്ന ആ ഒരു ബാധ്യത. അതേപോലെ നമ്മുടെ മാതാപിതാക്കളെ പോലെ നമ്മൾ നന്ദി കാണിക്കേണ്ട ഒരു വിഭാഗമാണെന്ത്? നമുക്ക് ദീനി അറിവ് പകർന്നു തന്നവർ, നമ്മുടെ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു തന്നവർ, അവരോടും നമ്മൾ പ്രത്യേകം നന്ദി കാണിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആ വ്യക്തിയോടല്ല യഥാർത്ഥത്തിൽ ഈ നന്ദി കാണിക്കുന്നത്. വ്യക്തിയോട് നന്ദി കാണിക്കും, നമ്മൾ ആ ബഹുമാനവും ആ ആദരവും കാണിക്കുന്നത് അദ്ദേഹം നമ്മൾക്ക് പകർന്നു തന്ന ആ അറിവിന്റെ വലുപ്പം കാരണത്താലാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് താഊസ് ബിൻ കൈസാൻ റഹിമഹുല്ലാഹു തആല പറയണത്, മിനസ് സുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ ചര്യയിൽപ്പെട്ടതാണെന്ത്? അയ്യുവഖിറ അർബഅ, 4 വിഭാഗത്തിൽപ്പെട്ടവരെ നമ്മൾ ആദരിക്കുക എന്നുള്ളത്, ബഹുമാനിക്കുക എന്നുള്ളത്. ഇതൊക്കെ എഴുതി വെക്കണം കേട്ടോ. 4 വിഭാഗത്തിൽപ്പെട്ടവരെ നമ്മൾ ആദരിക്കൽ, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തിൽ, സുന്നത്തിൽപ്പെട്ടതാണ്. എന്താണ്? ഒന്നാമത്തത് അൽ ആലിം, പണ്ഡിതന്മാർ, അറിവുള്ളവരെ നമ്മൾ ബഹുമാനിക്കുക. വദു ഷൈബതി, ദുഷൈബ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല പ്രായമുള്ള, വാർദ്ധക്യത്തിലുള്ള, നമ്മളെക്കാൾ പ്രായത്തിൽ മുതിർന്ന ആൾക്കാരെ, അവരെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ സുന്നത്തിൽപ്പെട്ടതാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. വസ്സുൽത്താൻ, ഭരണാധികാരികളെ, അമീർമാരെ നമ്മൾ ആദരിക്കുക എന്നുള്ളത്. 4-ാമത്തേതാണ് അൽ വാലിദ്,
നമ്മുടെ പിതാവ്, ഒരു വീട്ടിലെ നേതാവായ ഗൃഹനാഥനായിട്ടുള്ള നമ്മുടെ ഉപ്പമാരെ, പിതാക്കളെ നമ്മൾ ആദരിക്കുക എന്നുള്ളത്. قال شعبة بن الحجاج رحمه الله تعالى, شعبة بن الحجاج رحمه الله تعالى പറയുന്നത് كل من سمعت منه حديثا. നിങ്ങൾ ശ്രദ്ധിക്കുക, സലഫുകളിൽപ്പെട്ടവർ തനിക്ക് ഒരു ഇൽമ്, തന്നെ ദീൻ പഠിപ്പിച്ചു തന്ന ഒരു വ്യക്തിയോട് എത്രമാത്രം ബഹുമാനം അവർ കാണിച്ചിരുന്നു എന്നതിന്റെ അടയാളങ്ങളാണ് അവരുടെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. കുല്ലു മൻ സമിഅ്തു മിൻഹു ഹദീസൻ, ഞാൻ ആരൊക്കെയിൽ നിന്നോ ഒരു ഹദീസ് പഠിച്ചിട്ടുണ്ട്, ഒരൊറ്റ ഹദീസ്, ഫഅന ലഹു അബ്ദ്, അവർ പറഞ്ഞൊരു വാക്കാണ്. ഞാനൊരു ഹദീസ് ഒരാളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഖാദിമിനെ പോലെയാണ്, ഒരു അടിമയെ പോലെയാണ്, അദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്യാൻ ഞാൻ തയ്യാറായി നിൽക്കും എന്ന് ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജ് വിശദീകരിക്കുകയാണ്. ഖാല യഹ്യ ഇബ്നു സഈദ് റഹിമഹുല്ലാഹു തആല, യഹ്യ ഇബ്നു സഈദ് റഹിമഹുല്ലാഹു തആല പറയാണ്, അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്, ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ച ഒരു വലിയൊരു വ്യക്തിത്വമാണ്. അദ്ദേഹം പറയണത് അന അദ്ഉ ലിശ്ശാഫിഈ ഹത്താ ഫീ സ്വലാത്തി, അദ്ദേഹത്തിന്റെ ഗൃഹനാഥന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതനായ ശാഫിഈ റഹിമഹുല്ലാഹു തആല, എൻ്റെ നമസ്കാരത്തിൽ പോലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്ന് യഹ്യ ഇബ്നു സഈദ് റഹിമഹുല്ലാഹു തആല വിശദീകരിക്കുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആര്? അഹ്മദ് ബിൻ ഹംബൽ, ഹംബലി മദ്ഹബിന്റെ ഇമാമായ അഹ്മദ് ബിൻ ഹംബൽ. അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ആര്? ശാഫിഈ റഹിമഹുല്ലാഹു തആല. അപ്പോൾ അഹ്മദ് ബിൻ ഹംബലിന്റെ മകള് അല്ലെങ്കിൽ മകന്, കുട്ടി അഹ്മദ് ബിൻ ഹംബൽ നിരന്തരമായി ഈ ഷാഫിഈ റഹിമഹുല്ലാഹു തആലക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിരന്തരം കേൾക്കും. അപ്പൊ ആരാണ് ഈ ഷാഫിഈ എന്ന് അറിയാൻ വലിയൊരു ജിജ്ഞാസ ഉണ്ടായിരുന്നു മക്കൾക്ക്. അങ്ങനെ ഒരു ദിവസം ഈ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഒരു ദിവസം ഷാഫിഈ റഹിമഹുല്ലാഹു തആല ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ വീട്ടിലേക്ക് വന്ന് ഒരു രാത്രി അവിടെ കഴിച്ചുകൂട്ടി. അങ്ങനെ രാത്രി വെള്ളം വെച്ചത് വുളു എടുക്കാൻ, ഖിയാമുൽ ലൈലിന് വുളു എടുക്കാൻ വേണ്ടി വെച്ച വെള്ളം ഉപയോഗിക്കാതെ അനങ്ങാതെ പിറ്റേന്ന് രാവിലെ കിട്ടിയപ്പോൾ ചോദിച്ച ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ കാണാൻ പറ്റും. ആ അഹ്മദ് ബിൻ ഹംബൽ പറയുന്നത് സിത്തത്തുൻ അദ്ഉ ലഹും സഹറൻ, അതായത് ഫജറിന് മുമ്പുള്ള സമയത്ത് ഞാൻ ഖിയാമുൽ ലൈൽ കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന 6 പണ്ഡിതന്മാരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 6 പണ്ഡിതന്മാരെ പേരെടുത്ത് പറഞ്ഞ് ഞാൻ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിൽപ്പെട്ട ഒരാളാണ് ശാഫിഈ റഹിമഹുല്ലാഹു തആല എന്ന് അഹ്മദ് ബിൻ ഹംബൽ വിശദീകരിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല പറയുന്നു, വഇദാ കാന الرجل قد علمه استاذ عرف قدر إحسانه إليه وشكره. ഒരു വ്യക്തി അവൻക്കൊരു ഉസ്താദ് ഒരു അറിവ് പകർന്നു തന്നിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദിനെ നല്ലോണം ബഹുമാനിക്കണം, അതേപോലെ അവരോട് നന്ദി കാണിക്കണം എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല വിശദീകരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അറിവ് പകർന്നു തരുന്ന പണ്ഡിതന്മാരെ നല്ലോണം ബഹുമാനിക്കണം. നമ്മളിൽ ഉണ്ടാകുന്ന ബഹുമാനക്കുറവും നമ്മളിൽ ഉണ്ടാകുന്ന അദബ് കേടും ഒരുപക്ഷെ അറിവിൽ നിന്ന് തന്നെ നമ്മൾ തടയാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നാടുകളിലും നമുക്ക് ചുറ്റുമുള്ള ബിദ്അത്തിന്റെ കക്ഷികൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന ഒരു കാര്യമാണിത്. പണ്ഡിതന്മാരെ കുറിച്ചുള്ള ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു ബഹുമാനം അത് നശിപ്പിച്ച് കളയാന്നുള്ളതാണ്. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അവർ ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നവരാണ്. പണ്ഡിതന്മാർ പ്രശ്നത്തിന്റെ ആൾക്കാരാണ്. പണ്ഡിതന്മാർ ആൾക്കാരെ ചൂഷണം ചെയ്യുന്നവർ മാത്രമാണ് എന്ന ആ പണ്ഡിത വിഭാഗത്തെ മൊത്തത്തിൽ പ്രതിക്കൂട്ടിലാക്കി അവർക്കെതിരിൽ സംസാരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാടുകളിൽ അഹ്ലുൽ ബിദ്അന്റെ സംസാരത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താ? ഖുർആനും സുന്നത്തിലേക്കും ജനങ്ങൾ എത്തുന്നതിനെ തൊട്ട് അവരെ തടയാണ് ചെയ്യണത്. ആ പണ്ഡിത വിഭാഗത്തെക്കുറിച്ചൊരു മോശം വിചാരം അവരുടെ മനസ്സിൽ വന്നാൽ പിന്നെ അവരിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ അറിവുകളോ സ്വീകരിക്കാത്ത രൂപത്തിൽ ഒരാളുടെ ഹൃദയവും മനസ്സും പരുവപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഹക്കിലേക്ക് അടുക്കാൻ അവർക്ക് സാധിക്കില്ല. അപ്പോൾ പണ്ഡിതന്മാരെ കുറിച്ച് നല്ല ബഹുമാനം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ എവിടെയാണ് വ്യത്യാസം വരുന്നത്? പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ, അറിവുണ്ട് എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉലമാ ഉസ്സൂ അതേപോലെ തന്നെ ഉലമാ ഉൽ ആമിലീൻ, ഈ 2 വിഭാഗത്തെയും നമ്മൾ വേർതിരിച്ച് വേണം മനസ്സിലാക്കാൻ. തൻ്റെ അറിവിനനുസരിച്ച് പ്രവർത്തിക്കുന്ന അഹ്ലുസുന്നത്തിൽ പെട്ട പണ്ഡിതന്മാർ അതൊരു വിഭാഗം, അവരെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്നാൽ ജനങ്ങളെ യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യുന്ന ഉലമാ ഉസ്സൂ ഉണ്ട്, ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്ന,
ഹറാമിലേക്ക് ഹറാം ഹലാലാക്കി കൊടുക്കുന്ന, ജനങ്ങളെ പറ്റിക്കുന്ന, ജനങ്ങളെ തന്റെ ദീനിന്റെ വിഷയത്തിൽ അബദ്ധങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉലമാ ഉസ്സൂ, ആ ഉലമാ ഉസ്സൂഇന്റെ നെറികേടുകളെ കാണിച്ച് ഉലമാ ഉൽ ആമിലീങ്ങളെ തൊട്ട് തടയുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന അധിക ബിദ്അഈ കക്ഷികളും എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാടുകളൊക്കെ പലരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ന പണ്ഡിതൻ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്, ഇമാം ഷാഫി വിശദീകരിച്ചു തന്നിട്ടുണ്ട് പറയുമ്പോൾ അപ്പൊ അവരെന്താ മറുപടി പറഞ്ഞ കേൾക്കാം? പണ്ഡിതന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഓരോ പോയത്തം പറയുന്നവരാണ്, പണ്ഡിതന്മാരെ കണ്ടില്ല. എന്നിട്ട് പിന്നെ നമ്മുടെ നാടുകളിലും മറ്റൊക്കെ ദീനിനെ ചൂഷണം ചെയ്യുന്ന, വളരെ അബദ്ധജടിലമായിട്ടുള്ള വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ വാക്കുകൾ ഇങ്ങനെ കാണിക്കും, ഹക്കിന്റെ പണ്ഡിതന്മാരുടെ വാക്കുകളെ തള്ളാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും വലിയൊരു തടസ്സമാണ് യഥാർത്ഥത്തിൽ ഹക്കിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെ തൊട്ട്. അപ്പോൾ ഉലമാ ഉൽ ആമിലീനെ കുറിച്ച്, അഹ്ലു സുന്നത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ കുറിച്ച് നല്ലൊരു ആദരവും ബഹുമാനം നമ്മളിൽ ഉണ്ടെങ്കിൽ അവർ പകർന്നു തരുന്ന ഹക്ക് നമ്മളിലേക്ക് വരാനും അത് സ്വീകരിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല നമ്മുടെ ഈ ഒരു നൂറ്റാണ്ടിൽ ജീവിച്ചു മരിച്ച മഹാനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറയണത് ഇന്ന അലാ തലബത്തിൽ ഇൽമി ഇഹ്തിറാമൽ ഉലമാ വതഖ്ദീറഹും. തുല്ലാബുൽ ഇൽമക്ക്, പണ്ഡിതന്മാർക്ക്, മതവിദ്യാർത്ഥികളുടെ മുകളിൽ ഒരു അവകാശമാണ്, അല്ലെങ്കിൽ ഒരു ബാധ്യതയാണ് എന്ത്? പണ്ഡിതന്മാരെ ഇഹ്തിറാം, ബഹുമാനിക്കുക എന്നുള്ളതും അവരെ എന്താ പറയുക ആദരിക്കുക എന്നുള്ളത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല വിശദീകരിക്കണം. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹു തആല ഒരു ചരിത്രത്തിൽ ഒരു സാധാരണക്കാരനായ ഒരാള് കയറി വന്നപ്പോൾ അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദരിച്ച് സ്വീകരിച്ച ഒരു കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് അത്ഭുതപ്പെട്ടു പോയി. പ്രത്യക്ഷത്തിൽ കാണാൻ ഒരു വിജ്ഞാനത്തിൽ അറിവുള്ള ഒരാളല്ല ഈ കയറി വന്നത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല മറുപടി പറഞ്ഞത് എന്താ? ഫിഖ്ഹി വിഷയത്തിൽ നായകളുമായി ബന്ധപ്പെട്ട അവരെങ്ങനെയാണ് വിസർജിക്കുക എന്ന് എനിക്കൊരു വിവരം ആവശ്യമുണ്ടായിരുന്നു, അത് പകർന്നു തന്നൊരു വ്യക്തിയാണ് ഈ കയറി വന്നത് എന്ന് പറഞ്ഞിട്ട് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തെ ആദരിച്ച് കാണാൻ പറ്റും. ഒരു ചെറിയൊരു അറിവ്, ഫിഖ്ഹിന് ആവശ്യമുള്ള ഒരു അറിവായിരുന്നു. അങ്ങനെ അവരെ ആദരിച്ചത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു മര്യാദ, നമ്മുടെ പൂർവികർ ബാക്കി വെച്ച ഈ മര്യാദകൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചാലേ നമുക്കും അറിവിലും അമലിലും തഖ്വയിലും വളരാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായി നമ്മുടെ പണ്ഡിതന്മാരെയും നമ്മൾക്ക് വേണ്ടി എല്ലാ ഖിദ്മത്തുകളും നിർവഹിക്കുന്ന, രാവും പകലും ദീനിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. റബ്ബിന്റെ ദീൻ കൃത്യമായി പഠിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കാര്യമായി പഠിച്ചത് 2 ഗുണങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത് നമ്മൾ പഠിച്ച ഗുണം അതെന്താണ്? തവാളു, നല്ല വിനയമുള്ളവരാകണം എന്നുള്ളത്. രണ്ടാമത് നമ്മൾ പഠിച്ച ഗുണം പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നവരായി മാറുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് അഹ്ലുസുന്നത്തിൽപ്പെട്ടവരുടെ ഒരു അടയാളമാണ് എന്ത്? അവരിൽപ്പെട്ട പണ്ഡിതന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകുന്ന, ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ മർമ്മപ്രധാനമായ മൻഹജി ആയിട്ടുള്ള ഒരു വിഷയമാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് ആ വിഷയത്തെ മാറ്റുകയാണ്. കാരണം അത് വളരെ വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ ദീനിനെയും നമ്മുടെ ഈ വിശ്വാസത്തെയും നമ്മുടെ ഈ ആദർശത്തെയും നമ്മളിലും നമുക്ക് ചുറ്റുമുള്ളവരിലും സംരക്ഷിച്ചു നിർത്താൻ ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു മൻഹജി ഉപദേശമാണ് ഷെയ്ഖ് നൽകുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല പഠിക്കാനും പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇവിടെ നിന്ന് പഠിച്ച് നേടുന്ന ഈ അറിവുകൾ നാളെ നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة